ഹലോ, ഇന്ന് ഞാൻ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓസ്ട്രേലിയയ്ക്കോട്ടുള്ളത്. അത് 1000 ഇന്ത്യൻസിന് കൊടുക്കുന്ന ഒരു വിസയാണ്. ഇതിലേക്ക് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനൊരു മൈഗ്രേഷൻ ഏജൻ്റ് അല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഒരു പ്രയോജനത്തിന് വേണ്ടി ഈ വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. ഒത്തിരി പേര് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരതിൽ നിന്നൊരു നറുക്കെടുക്കുന്നത് പോലെ ഒരു 1000 പേരെ പിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ സെലക്റ്റഡ് ആണ്, നിങ്ങൾക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി $25 മുടക്കുള്ളൂ. പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ $650 ആവും പിന്നീട്. അത് കഴിഞ്ഞ് അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വിസ കിട്ടും. ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജോലി ചെയ്യാം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യും. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വീഡിയോ കാണുക കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണുക. നമ്മൾ ആദ്യമായി ഒരു ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇമി അക്കൗണ്ട് ഓസ്ട്രേലിയ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വരും. നമുക്ക് ആദ്യം ഈ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താലാണ് ഏതൊരു വിസയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ലോഗിനും ഡീറ്റെയിലും വരും. ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ നിങ്ങൾ കണ്ട ഇമി അക്കൗണ്ട്, അതിനകത്ത് ഓസ്ട്രേലിയ എന്ന് പ്രത്യേകം വേണം. ഞാനിത് പലവട്ടം യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഓട്ടോമാറ്റിക്കലി ഓസ്ട്രേലിയ വന്നതാണ്. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ നമ്മളത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പുറ സൈഡിൽ കണ്ടോ സെൻഡ് വെരിഫിക്കേഷൻ കോഡ്. അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ചെല്ലും. അപ്പം നമ്മൾ നമ്മുടെ ഇമെയിൽ തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു മെയിൽ ഐ ഡി ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അതിനകത്തൊരു വെരിഫിക്കേഷൻ കോഡും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ കോഡ് വെച്ചിട്ട് നമ്മളത് കൊടുക്കുമ്പോഴേക്കും എന്താ പറ്റണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടാബ് ഓപ്പൺ ആകും. അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്ത കേട്ടോ. എന്നിട്ട് നമ്മുടെ അതിനകത്ത് പേര്, നമ്മുടെ ലാസ്റ്റ് നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് ഈസി സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് റീഡ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പാസ്വേഡൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ ടു ഇമി അക്കൗണ്ട് വരും. അപ്പോൾ നമ്മൾ ആ കൊടുത്ത യൂസർ നെയിമും, അതായത് ആ ഇമെയിൽ അഡ്രസ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പേജ് വരികയാണ്. ഈ പേജിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂ എന്നൊരു ബട്ടൺ. ആ ബട്ടൺ അമർത്തുക. അത് കഴിയുമ്പോൾ നമുക്ക് പല വിസ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ശരിക്കും അത് റീഡ് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നമ്മൾ വിസയ്ക്കല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പ്രസ് ചെയ്യുന്ന ടാബ് നിങ്ങൾ കണ്ടോ, അതനുസരിച്ച് അതുപോലെ തന്നെ ഏതാണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യണം. അലർട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വരും, രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വളരെ ഈസി സ്റ്റെപ്പാണ്. ഫാമിലി നെയിം, അതായത് ഫാമിലി നെയിം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് നെയിം അവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പം മായ നായർ അങ്ങനെയാണെങ്കിൽ നായർ എന്നുള്ളതാണ് ലാസ്റ്റ് നെയിം, മായ എന്നുള്ളത് ഗിവൺ നെയിം. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുക. സെക്സ് മെയിൽ ഓർ ഫീമെയിൽ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കലണ്ടറിൻ്റെ പടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്താലും മതി. പിന്നീട് വരുന്നത് പാസ്പോർട്ട് നമ്പർ, നമ്മുടെ പാസ്പോർട്ടിലെ പാസ്പോർട്ട് നമ്പർ. പിന്നെ അതെത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൽഫബറ്റും പിന്നെ കുറച്ച് നമ്പറും ആയിരിക്കും. പിന്നെ കൺട്രി ഓഫ് പാസ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് അടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി വരും. നമ്മളതും സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂവും ഡേറ്റ് ഓഫ് എക്സ്പയറിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നാഷണൽ ID നമ്പർ, അതെന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡ് ID ആണ്. അതാണ് ഞാൻ പറഞ്ഞത് പാൻ ID യും വേണം എന്നുള്ളത്. അപ്പോൾ ആ പാൻ ID എന്താണെന്ന് വെച്ചാൽ ഞാൻ പാൻ ID എന്ന് എഴുതുമല്ല വേണ്ടത്, നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ ആ നമ്പർ എഴുതുക. അതെനിക്കൊന്നൊരു ആൽഫബറ്റും പിന്നെ കുറച്ച് നമ്പറും കൂടി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ്. ഈ ഇമെയിൽ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അതിൽ വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്ത ഇമെയിൽ അഡ്രസ്സ് തന്നെയായിരിക്കണം നമ്മൾ ഈ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ്. നമ്മുടെ യൂസർ ID ആയിട്ട് വരുന്ന ആ ഇമെയിൽ അഡ്രസ്സ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ
ഈ ഡിക്ലറേഷൻ ആയിട്ടുള്ള അതിൻ്റെ താഴെ കാണുന്ന ഞാൻ ചുമ്മാ ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ഇമെയിൽ അഡ്രസ്സ് അവിടെ എഴുതുക. പിന്നീട് വരുന്നത് ഡെക്ലറേഷൻ, അതെല്ലാം നമ്മൾ ടിക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒന്ന് റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ടാബിലേക്ക് കൊണ്ടുപോകും. പേയ്മെൻറ്റ് ഓപ്ഷൻ, അത് $25, എനിക്ക് നാട്ടിലത്തെ ഒരു 1500 രൂപയായിരിക്കും. അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽ കൊടുക്കുക, അത് സബ്മിറ്റ് ആകും. ഇത്രയുമേ ഉള്ളൂ ആക്ച്വലി. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക്